ആറ്റുകാൽ പൊങ്കാലയും മലയാള സിനിമ സീരിയൽ മേഖലയിലെ ആൾക്കാരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. എല്ലാ സ്ത്രീകളും ചെയ്യുന്ന പോലെ അവരും വന്ന് ആ ഒരു മഹാ ഉത്സവത്തിൽ പങ്കുചേരുന്നു. എന്നാൽ ചില സോഷ്യൽ മീഡിയ ചാനലുകൾ അവർ കുനിയുന്നുണ്ടോ തിരിയുന്നുണ്ടോ എന്ന് നോക്കി ക്യാമറയും തൂക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അത് അവിടെ സാധാരണക്കാരായ പ്രായം ചെന്ന ഒരുപാട് അമ്മമാര് ഈ ഒരു ദിവസത്തിന് വേണ്ടി ദിവസങ്ങളോളം കാത്തിരുന്ന് വ്രതമൊക്കെ എടുത്തു വന്ന് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് അമ്മമാരുടെ ഒരു വലിയ ചടങ്ങാണ് ഈ ഒരു ചടങ്ങെന്ന് പറയുന്നത്. ഈ ഒരു ചടങ്ങില് മനസ്സിനെ പറയിപ്പിക്കാനായിട്ട് ചില അമ്മമാർ ഇങ്ങനെ ക്യാമറയും തൂക്കി ചെന്നിട്ടുണ്ട്. ഏത് ചാനലെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് കാണാം. ആദ്യത്തെ പൊങ്കാല ഇട്ടത് എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ? 5-ാമത്തെ 6-ാമത്തെ വയസ്സിലായിരിക്കും. അമ്മയല്ലേ? അമ്മയാണ്. ഇപ്പം ഞങ്ങൾക്ക് വീട്ടിൽ തന്നെയാണ്. ഞങ്ങള് വീട് ആറ്റുകാലായോണ്ട് അമ്പലത്തിൽ നിന്ന് ഒരു 500 മീറ്റർ വീടാണല്ലേ? അല്ലടാ, അത് കൂട് ഇതാ അവര് ചെയ്തത് വിട്ടേക്ക്. ഇതിന്റെ ക്യാപ്ഷനാണ്, എന്താണ് നടി അന്നാരാജൻ അവിടെ കൊണ്ട് വെച്ചതെന്ന് പിടികിട്ടിയോ? ഇല്ലടാ, പിടികിട്ടിയില്ല. നീ പറ. അതും കൂടെ എന്താ നീ പറയാത്തെ? പൊങ്കാലയ്ക്ക് അനുമോൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റം കണ്ടോ? ഇല്ലടാ, സ്പെഷ്യൽ ഐറ്റം നീ കാണിക്കേ. അതിന്റെ ക്യാപ്ഷൻ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്ത് അന്നത്തേച്ചി ആദ്യമായി പൊങ്കാലയിട്ടു. എന്നാ ശ്രദ്ധിക്കാതെ ചെയ്യാം, നീ ചെയ്യിപ്പിക്കൂ. അന്നാരാജന്റെ കാല് വിറകിൽ കൊള്ളുന്ന കണ്ടോ? ഇല്ല, അന്നാരാജന്റെ കാല് വിറകിൽ കൊള്ളുന്ന കണ്ടില്ല. എങ്ങനെയായിരിക്കും അന്നാരാജന്റെ കാല് വിറകിൽ കൊള്ളുന്നത്? അവരാദ്യമായിട്ടും കണ്ട് ഇത് ചെയ്യുന്നയാ. അവരുടെ പുറയിൽ ഇങ്ങനെ ക്യാമറയും തൂക്കി നടക്കുക. ഉണ്ണിമായോ അങ്ങനെ പൊങ്കാല ഇട്ടല്ലേ? പൊങ്കാല ഇട്ടു. പൊങ്കാല ഇട്ട് അടിപൊളിയായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ തന്നെ പൊങ്കാലയൊക്കെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇടാൻ പറ്റി. അതെ, ഇപ്പൊ ഞാൻ 2ാമത്തെ കൊല്ലമാണ്. കഴിഞ്ഞ കൊല്ലം ആഗ്രഹം പറഞ്ഞിട്ടു, അത് സാധിച്ചു. അതുകൊണ്ട് ഈ കൊല്ലം ഒരാഗ്രഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് സാധിക്കുന്നു. ദേവി അനുഗ്രഹിക്കുന്നു തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ കൊല്ലം ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ആഗ്രഹിച്ച സാധിച്ചു. ഒരു സന്തോഷ വാർത്ത. ആൻജോസ് പെരേര പ്രസവിച്ചു. പെരേരയുടെ കൊച്ചിന്റെ അപ്പൻ മറ്റാരും അല്ല, അഭിലാഷ് ആട്ടായ. ഒരു സന്തോഷ വാർത്തയാണ്. AJP പ്രസവിച്ചു, ആട്ടായ അച്ഛനായി. അവള് ആലുവയിൽ നിന്നും മറ്റുവാണ്ടത്തേക്ക് വരുന്ന വഴിയിൽ കേരള എക്സ്പ്രസിനകത്തുനിന്ന് പുറത്തേക്ക് ചവിട്ടിയിട്ടതാണ്. അത് അതിനകത്തുണ്ടായിരുന്ന ഒരു ഈ കുഞ്ഞിന്റെ പേര് ശ്രീകുട്ടി എന്നാ. വർക്കലയില് 2 അച്ഛനില്ലാത്തവന്മാര് സിഗരറ്റിനെ ചൊല്ലി വഴക്കുണ്ടായതിനെ തുടർന്ന് അവിടെ നിന്ന പെൺകൊച്ചിനെ ഓടുന്ന ട്രെയിനിൽ ചവിട്ടി താഴെയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് സർവൈവ് ചെയ്ത് തിരിച്ച് ജീവിതത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ. അമൃത ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ടാണ് ആ കുഞ്ഞിന്റെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ നടന്നേ. അതിന്റെ അമ്മയാണെന്ന് തോന്നുന്നു. തന്നെ രണ്ടുപേരും കൂടിയുള്ള എന്തോ സിഗരറ്റ് വലിച്ചതിന് തർക്കമാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ആ ഒരു സംസാരത്തിനിടയിൽ അത് കഴിഞ്ഞു ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അവളെ പുറത്തേക്ക് ചവിട്ടിയിരുന്നത്. അതും വാഷ്റൂമിൽ പോയിട്ട് അവളുള്ള കൂട്ടുകാരും കൂടി വന്ന് ജസ്റ്റ് ആ വാതുക്കലുണ്ടായിരുന്നു. വാതുക്കൽ ഇരിക്കുമ്പോഴായിരുന്നു പുറകേന്ന് വന്ന് ചവിട്ടിയിടുന്നത്. അതും ഒന്ന് ആലോചിച്ച് നോക്കി. എന്തോ ഒരു ട്രെയിനിൽ നിന്ന് വന്ന ആൾക്കാരാണ് മോളെ എടുത്ത് ട്രെയിനിൽ ഇട്ടിട്ട് വർക്കല എത്തിച്ച് വർക്കലിൽ നിന്ന് പോലീസും ബാക്കി എല്ലാവരും കൂടി ചേർന്നിട്ട് അവളെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. എന്തോ ഒരു തന്തയിലായ്മയാണല്ലേ, പറയാതിരിക്കാൻ വയ്യ. എന്ത് കഷ്ടമാണ്. എന്തോരം പ്രതീക്ഷയോടുകൂടിയൊക്കെ ഓരോ യാത്ര ചെയ്യുന്ന പിള്ളേർ, അവര് മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല ഇങ്ങനൊരു ദുരനുഭവം അവരുടെ ജീവിതത്തിലോട്ട് എത്തിച്ചേരുമെന്ന്. എന്തായാലും അവനങ്ങ് സൂം ചെയ്യുക. ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ അനുമോൾ ബിഗ് ബോസ് എത്തിയപ്പോൾ അയ്യോ. പൊങ്കാല ഇടാൻ അരി കഴുകി നിള. ആണോടാ, അരി കഴുകിയോ നിള?
എന്തിനാ കുഞ്ഞെ ഇങ്ങനെ പ്ലേറ്റും ഒക്കെ ഉപയോഗിക്കുന്നത്? നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു വേഷം ഇട്ടുകൊണ്ട് വന്നാൽ പോരെ. എന്നാൽ പോലും അത് അതിന്റെ ഇടയിൽ ക്യാമറയും പിടിച്ചോണ്ടിരിക്കുന്നമാരെ എന്താ വേണം പറയാൻ? പൊങ്കാല ഇടുന്ന തിരക്കിൽ മുഴുകി നിൽക്കുന്ന അന്ന ചേച്ചി, മുഴുകി നിൽക്കുക അന്ന ചേച്ചി. ഇത് മുഴുകി നിൽക്കുകയാന്നേ. പൊങ്കാല ഇടാൻ വേണ്ടി അരി കഴുകി വൃത്തിയാക്കുന്നു അന്ന ചേച്ചി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീയൊക്കെ കുറെ കാണേണ്ടി വരുമല്ലോടാ. അപ്പം ഇതൊക്കെയാണ് പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നല്ല വീഡിയോസ് ഒന്നും ഇതൊക്കെ എൻ്റെ സുഹൃത്ത് സേവ് ചെയ്ത് വെക്കുന്നതാണ്. എന്നാൽ പോലും പൊങ്കാല എന്ന് പറയുന്ന ഒരു ചടങ്ങിൽ എന്തോരം അമ്മമാരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അവരുടെ പ്രാർത്ഥനയൊക്കെയുള്ള ഒരു മഹാ ഉത്സവമാണ്. അപ്പോൾ ആ ഒരു ഉത്സവത്തിനെ അവരെ കൂടെ മാനിക്കണം, അവരെയൊക്കെ ഇതിനകത്ത് ഷൂട്ട് ചെയ്യണം. നിങ്ങൾ ഈ വരുന്ന ഈ ആക്ട്രസുകളെ മാത്രമേ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതെന്താണ്? എല്ലാവരും ഇല്ലേ ഈ ഒരു മേഖലയിൽ? സൂര്യകുമാർ യാദവ് അത് എന്താ ചെയ്തത്? ക്രിക്കറ്റിനെയാണ് വണങ്ങിയത്, സഞ്ജുവിനെ അല്ല. രാജ്യത്തിന് ഒരു കടമ്പ കടത്തിയ ഒരു കളിക്കാരനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അത് സ്പോർട്സ്മാൻ ചെയ്യുന്നൊരു കഥയാണ്. അത് ഒരിക്കലും അത് ഭയങ്കരം. ആ ഒരു സീൻ ഞാൻ കണ്ടു. അത് അയാളിലെ സ്പോർട്സ്മാൻ, റിയൽ സ്പോർട്സ്മാൻ. അഹങ്കാരമില്ല, കൂടെ കളിക്കുന്നവരെ അംഗീകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു റിയൽ ക്യാപ്റ്റൻ. സൂര്യകുമാർ യാദവ് എത്രത്തോളം നമ്മുടെ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നമുക്കറിയാമല്ലോ. സഞ്ജു സാംസന്റെ ഫാദറാണ്. അച്ഛാ സൂക്ഷിക്കണം, മീഡിയയ്ക്കൊന്നും പോയി ഇന്റർവ്യൂ കൊടുക്കരുത്. നിങ്ങൾ പറയുന്നത് നോക്കിയിരിക്കുക. എന്തെങ്കിലും അറിയാതെ വായിന്ന് വന്നു പോയി കഴിഞ്ഞാൽ അത് മതി. പിന്നെ നിങ്ങളായിരിക്കും ഏറ്റവും വലിയ പ്രശ്നക്കാരനെന്ന് പറയും. സഞ്ജു സാംസന്റെ അവസാനത്തെ ആ ഒരു സെമി ഫൈനലിലേക്ക് ഇന്ത്യ എത്തുന്ന മാച്ച് അതൊരു ഗംഭീര മാച്ച് തന്നെയാണ്. 94 റൺസ് എന്തോ ആണ് അദ്ദേഹം, 94 ആണോ? 97 റൺസ് എന്തോ ആണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹത്തിന് ആ ഒരു ഇത്രയും കളികളിൽ ആ ഒരു മാച്ചിൽ കൃത്യമായ ദൈവത്തിന്റെ ഒരു പ്ലാൻ എന്ന നിലയിലാണ് ആ ഒരു മാച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം എന്താ പറയാ, കൃത്യമായി ഇന്ത്യയെ കറക്റ്റായിട്ട് ആരെയും കൊണ്ടും സാധിച്ചില്ല കരകയറ്റാൻ. അവിടെ അയാൾ നിന്ന് പൊരുതി അത് നേടി നമ്മളെ എല്ലാവരെയും സന്തോഷപ്പെടുത്തി. ഫൈനലിലേക്കും സെമിയിൽ നിന്ന് ഫൈനലിലേക്കും ഇന്ത്യ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്തത്. എന്തുവാ ചെറുതിൻ്റെ 260 അങ്ങോട്ട് ചെന്നാ റെഡിയാണ്. ഓ, കാർക്കൂന്തലിൽ മുല്ലപ്പൂവും ചൂടി ആദ്യമായി പൊങ്കാലെത്തി അന്നാരാജൻ. കാർക്കൂന്തല് ചേച്ചി ഇത് എത്രാമത്തെ തവണയാണ്? നിന്റെ 16-നും അവര് വന്നിടും. നീ പോയി വീഡിയോ എടുക്കണം, എന്തെങ്കിലുമൊക്കെ ആട്ടെ. സോ കേരള ജനക്കൂട്ടം രമ വേണു. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് വന്ന വിഷയങ്ങൾ. പൊങ്കാലയിട്ട എല്ലാ അമ്മമാർക്കും, പ്രായമായ എല്ലാ അമ്മമാർക്കും നമ്മളെ അനുഗ്രഹിക്കുക. ഈ വീഡിയോ ഒന്നും കാണരുത്. കാണാൻ കൊള്ളാവുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഈയിടെയായിട്ട്. അങ്ങനെ കാണാൻ കൊള്ളാവുന്ന എന്തെങ്കിലും കാര്യം ജീവിതത്തിൽ വന്ന് ചേരട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കേരള ജനക്കൂട്ടം വിക്കിത്ത